കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. പാടിയിൽ നടന്ന മദ്യസൽക്കാരത്തിനിടെ കീടനാശിനി ക്ലോർപൈറഫോസ് മണിയുടെ ശരീരത്തിൽ എത്തിയിട്ടില്ലെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തി. അതേസമയം മണിയുടെ സഹായികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കാനും തീരുമാനമുണ്ട്. മണിയുടെ മരണം കൊലപാതകമാണെന്നോ ആത്മഹത്യയെന്നോ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് SP ഉണ്ണിരാജ അറിയിച്ചു. അന്വേഷണ മേൽനോട്ട ചുമതല ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജ രാവിലെ പാടിയിലെത്തി തെളിവെടുപ്പ് നടത്തി. 1 മണിക്കൂർ നീണ്ട തെളിവെടുപ്പിന് ശേഷം ചാലക്കുടി DYSP ഓഫീസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. ഇതുവരെ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വം വഹിച്ച അഡ്മിനിസ്ട്രേഷൻ DYSP സുദർശൻ 2 ആഴ്ചത്തെ അന്വേഷണ പുരോഗതികൾ വിവരിച്ചു. രാസപരിശോധനാ ഫലവും ചോദ്യം ചെയ്യലിലെ വിശദാംശങ്ങളും അന്വേഷണ സംഘം വ്യക്തമാക്കി. ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരം മണിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ദിവസം പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് വിഷാംശം ശരീരത്തിലെത്തിയത്. ഇതിന്റെ ഉറവിടം കണ്ടെത്താനായാണ് അന്വേഷണം നടക്കുന്നത്. ഈ സമയം ഒപ്പമുണ്ടായിരുന്ന മണിയുടെ സഹായികളായ മുരുകൻ, വിപിൻ, അരുൺ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യങ്ങൾ ഉള്ളതായാണ് സൂചന. ഇതിനിടെ മണിയെ ചികിത്സിച്ച ആശുപത്രി അധികൃതർക്ക് ചികിത്സാ പിഴവുകൾ സംഭവിച്ചോ എന്ന കാര്യവും പരിശോധിച്ചു വരികയാണ്. മണിയുടെയും സുഹൃത്തുക്കളുടെയും സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ വിധേയമാക്കുന്നുണ്ട്. പണം കൈക്കലാക്കാൻ മണിയെ ബോധപൂർവം അപകടപ്പെടുത്തിയതാണെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് സ്ഥിരീകരിക്കാറായിട്ടില്ലെന്ന് SP ഉണ്ണിരാജ പറഞ്ഞു. എല്ലാ വശങ്ങളും വിശദമായിട്ട് പരിശോധിക്കും എന്ന് മാത്രമാണ് പറയാം. ഞാൻ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ കഴിഞ്ഞു. വൈകിട്ട് വീണ്ടും ഡിസ്കഷൻ. അപ്പോൾ അത് വളരെ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ വിശദമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഡീറ്റെയിൽസും പറയാൻ. വീടിന് സമീപത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് കണ്ടെത്തിയ കീടനാശിനി കുപ്പികൾ രാസപരിശോധനയ്ക്ക് അയച്ചു. IG അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘങ്ങളുടെ പ്രത്യേക യോഗം വിളിച്ചു. SP ഉണ്ണിരാജ, റൂറൽ SP കാർത്തിക് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ തുടരന്വേഷണ കാര്യങ്ങളിൽ ധാരണയായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോപണ വിധേയരായവരും 3 തവണയിലധികം മത്സരിച്ചവരും മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ. റിവൈവ് കോൺഗ്രസ് എന്ന പേരിലാണ് കൂട്ടായ്മ. നാളെ KPCC തെരഞ്ഞെടുപ്പ് സമിതി ചേരാനിരിക്കെയാണ് യുവനേതാക്കൾ കലാപക്കൊടി ഉയർത്തിയത്. ആരോപണ വിധേയരും പൊതുസമൂഹത്തിനു മുന്നിൽ പാർട്ടിയെ മോശക്കാരാക്കിയവരും മത്സരരംഗത്തു നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ. 3 തവണയിലധികം മത്സരിച്ചവർ മാറി നിൽക്കണമെന്നും യുവനേതാക്കൾ ആവശ്യപ്പെടുന്നു. ആരോപണം നേരിടുന്നവരുടെ വിശദാംശങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിച്ചതിനു ശേഷമാണ് കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായ മാത്യു കുഴൽനാടൻ, ദീപ്തി മേരി വർഗീസ്, യൂത്ത് കമ്മീഷൻ ചെയർമാൻ RV രാജേഷ് തുടങ്ങിയവരും നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു വിഭാഗവും കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. VT ബലറാം MLA ഉൾപ്പെടെ ചില KPCC നേതാക്കൾ ഫേസ്ബുക്കിലൂടെ ആശംസയും അറിയിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ട് KPCC തെരഞ്ഞെടുപ്പ് സമിതി ചേരാനിരിക്കെയാണ് യുവനേതാക്കളുടെ പുതിയ നീക്കം. അതേസമയം നാളെ ചേരുന്ന KPCC തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യില്ല. UDFലെ സീറ്റ് വിഭജനം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് പട്ടിക ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയിൽ നിന്ന് കൂട്ടരാജി. ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുൾ അസീസ് അടക്കം 3 ഭാരവാഹികളാണ് രാജിവെച്ചത്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച് ജയിച്ച സെയ്ദൽ അവിയെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചാണ് രാജി. അബ്ദുൾ അസീസിനെതിരെ മത്സരിച്ചാണ് സെയ്ദൽ അവി പുതുപ്പള്ളിത്തെരുവ് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പാർട്ടി കമ്മിറ്റിയിൽ ആലോചിക്കാതെയാണ് തിരിച്ചെടുക്കൽ നടപടിയെന്ന് രാജിവെച്ചവർ അറിയിച്ചു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം വരുത്തേണ്ടെന്ന് BJP കോർ കമ്മിറ്റി യോഗം. BDJSുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകൾ തുടരും. 23-നകം സ്ഥാനാർത്ഥി പട്ടിക പൂർണ്ണമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കൊച്ചിയിൽ അറിയിച്ചു. BDJSുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നതാണ്. നാളെ തിരുവനന്തപുരത്ത് വെച്ച് അടുത്ത ഘട്ട ചർച്ചകൾ നടത്തുന്നതാണ്. സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ തുടർന്നു വരുന്നു. 3-4 ദിവസത്തിനകം എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സീറ്റ് ചർച്ചകളും അന്തിമഘട്ടത്തിലെത്തും. ക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയുടെ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഓശാന ഞായർ ആഘോഷിച്ചു. പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണവുമായാണ് സംസ്ഥാനത്തെ പള്ളികളിൽ ഓശാന ആഘോഷിച്ചത്. നഗരം ചുറ്റിയുള്ള കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളുമായാണ് സംസ്ഥാനത്തെ പള്ളികളിൽ ഓശാന ആഘോഷിച്ചത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലിമിസ് കാത്തോലിക്ക ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസേപ്പാക്യം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരിങ്ങാച്ചിറ സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലെ ചടങ്ങുകൾക്ക് ഭദ്രാസനാധിപൻ ജോസഫ് മോർ ഗ്രിഗോറിയോസ്, സെന്റ് മേരീസ് ബസിലിക്കയിലെ ചടങ്ങുകൾക്ക് മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയും നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ക്രിസ്തുവിന്റെ പീഡാനുഭവ ഓർമ്മകൾ പുതുക്കുന്ന വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ സംരംഭകർക്കായി കൈരളി TV ഏർപ്പെടുത്തിയ NRI ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചു. ദുബായ് നടന്ന ചടങ്ങിൽ നടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടിയാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കഠിനാധ്വാനം കൊണ്ട് വാണിജ്യ വ്യവസായ രംഗത്ത് വിജയം നേടിയ പ്രവാസി സംരംഭകരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി കൈരളി TV ഏർപ്പെടുത്തിയ പ്രഥമ NRI ഓൺട്രപ്രണർ അവാർഡ് ദാന ചടങ്ങ് ശ്രദ്ധേയമായ ഒന്നായിരുന്നു. മികച്ച യുവ സംരംഭകനായി തിരഞ്ഞെടുക്കപ്പെട്ട മലബാർ ഗോൾഡ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് മാനേജിംഗ് ഡയറക്ടർ MP ഷംലാൽ അഹമ്മദിന് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡ് നൽകി. മികച്ച വനിതാ സംരംഭകയായി തിരഞ്ഞെടുക്കപ്പെട്ട കെഫ് ഹോൾഡിംഗ്സ് വൈസ് ചെയർപേഴ്സൺ ഷബാന ഫൈസലും മമ്മൂട്ടിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ഇവിടെ എത്തിയ മലയാളികളുടെ അധ്വാനവും കഠിന പ്രയത്നവും കൊണ്ട് അവർക്ക് മാത്രമല്ല, എല്ലാവരും പറയുന്ന ഒരു പരമമായ സത്യം, നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് രംഗം നിലനിർത്തുന്നത്, അതിൻ്റെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത് ഈ വിദേശ മലയാളികളുടെ പണമാണ്. പക്ഷെ അതെങ്ങനെ കൃത്യമായി അവിടെ നിക്ഷേപിക്കപ്പെടുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ബിസിനസ് എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായ 5 പേരും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ അവാർഡുകൾ ഏറ്റുവാങ്ങി. അൽമദിന ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള പൊയിൽ, ഹോട്ട്പാക്ക് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജബ്ബാർ PB, ക്രോ ഹോർവത്ത് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് മാത്യു, വി സർവ് ഗ്രൂപ്പ് ഖത്തർ മാനേജിംഗ് ഡയറക്ടർ ജെന്നി ആന്റണി, അൻഷി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷിമിൽ മോഹൻദാസ് എന്നിവർക്ക് മമ്മൂട്ടി ബിസിനസ് എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. NRI ഓൺട്രപ്രണർ അവാർഡ് ജൂറി ചെയർമാൻ MA അഷ്റഫ് അലി, ജൂറി മെമ്പർ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഡെപ്യൂട്ടി കോൺസുൽ ജനറൽ K മുരളീധരൻ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ഡയറക്ടർ VK അഷറഫ്, മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ EM അഷ്റഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായിൽ നിന്ന് TJ മാരുദ്ദീൻ. RSS ബന്ധമുള്ള ഗോ സംരക്ഷണ സേന കൊലപ്പെടുത്തിയ 15 വയസ്സുകാരന്റെ ചിത്രം വൈറലാകുന്നു. കഴിഞ്ഞ ദിവസമാണ് കന്നുകാലി വ്യാപാരിയായ ബാലനെ ഝാർഖണ്ഡിൽ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിൽ 2 കന്നുകാലി വ്യാപാരികളെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയ വാർത്ത നാം കേട്ടു. ഞെട്ടലോടെയാണ് നാം അത് ശ്രവിച്ചത്. പക്ഷേ ആ ഭീകരതയുടെ ആഴം കുറെ കൂടി വലുതാണ്. ഇതൊന്ന് കാണൂ. ഭീകരമായി മർദ്ദിച്ച ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയതിൽ ഒരാൾ കൗമാരപ്രായക്കാരനാണ്. കുട്ടിത്തം വിട്ടുമാറാത്ത 15-കാരൻ ആസാദ് ഖാന്റെ ചിത്രമാണിത്. കന്നുകാലികളെ കച്ചവടത്തിന് കൊണ്ടുപോയി എന്നതിന്റെ പേരിൽ RSS ബന്ധമുള്ള ഗോസംരക്ഷണ സേനയാണ് ഇവരെ കൊന്നത്. വ്യാപാരികളെന്ന് കേട്ടപ്പോൾ നാം കാണാതെ പോയത് ഈ 15-കാരന്റെ ദുര്യോഗമാണ്. അസഹിഷ്ണുതയുടെ തീവ്രവാദികൾ രാജ്യസ്നേഹത്തിൽ പൊതിഞ്ഞ മതാന്ധത കാട്ടിയത് ഈ ബാലനോടാണെന്നറിയുമ്പോഴാണ് സംഭവം ഉയർത്തുന്ന ഭീഷണിയുടെ ശക്തി ബോധ്യമാകുന്നത്. പ്രായത്തിന്റെ നിഷ്കളങ്കത വിട്ടുമാറാത്ത ഈ 15-കാരനെയാണ് തുണി വായിൽ തിരുകി മർദ്ദിച്ച ശേഷം കൊന്നു കെട്ടിത്തൂക്കിയത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV ന്യൂസ്. ആസാദി മുദ്രാവാക്യങ്ങളുമായി JNUവിനെ ഇളക്കിമറിച്ച് ഉമർ ഖാലിദിന്റെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സഹോദരി. ജാമ്യത്തിലിറങ്ങിയ ഉമർ ഖാലിദിനും അനിബർ ഭട്ടാചാര്യയ്ക്കും ക്യാമ്പസിൽ നൽകിയ സ്വീകരണത്തിലാണ് 12 വയസ്സുകാരിയായ സാറ ഫാത്തിമ ക്യാമ്പസിനെ ഇളക്കിമറിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി JNUവിൽ തടിച്ചുകൂടിയ 100 കണക്കിന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ഒരു 6ാം ക്ലാസ്സുകാരി ആകാശത്തേക്ക് മുഷ്ടിയെറിഞ്ഞ് തൊണ്ട പൊട്ടി വിളിച്ചു, ലാൽ സലാം, റെഡ് സല്യൂട്ട് ടു കോംറേഡ്സ്. പ്രായത്തേക്കാൾ മുതിർന്ന രാഷ്ട്രീയ ബോധവും ആർജവുമുള്ള ആ പെൺകുട്ടിയുടെ മുദ്രാവാക്യങ്ങൾക്ക് അന്തരീക്ഷത്തിൽ കിടിലം കൊള്ളിക്കുന്ന മുഴക്കം കിട്ടി. മൈക്ക് കയ്യിലേന്തി ഒട്ടും വിറയ്ക്കാതെ സഭാകമ്പമില്ലാതെ അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ഉമറും അനിൽബനും ജയിലിൽ നിന്ന് ഒരുമിച്ച് പുറത്തു വന്നതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ നമ്മുടെ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ട എല്ലാവർക്കും നീതി ലഭിക്കുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരും.
ഗീലാനിയും GN സായിബാബയും പുറത്തുവരുന്നതുവരെ അവർക്കെതിരായി ചുമത്തപ്പെട്ട കുറ്റങ്ങൾ ഒഴിവാക്കപ്പെടുന്നതുവരെ ഈ പോരാട്ടം അവസാനിക്കാൻ പാടില്ല. 12 വയസ്സുള്ള സാറ ഫാത്തിമ എന്ന പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യമുള്ള വാക്കുകളിൽ JNU പ്രകമ്പനം കൊണ്ടു. JNU വിദ്യാർത്ഥി സമരത്തിലെ പുത്തൻ വിപ്ലവതാരമായിരിക്കുകയാണ് സാറ ഫാത്തിമ. തീവ്രവാദ കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ഉമർ ഖാലിദിന്റെ 12 വയസ്സുകാരി കൊച്ചനുജത്തി. പ്രായവും പക്വതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സാറയുടെ JNU പ്രസംഗം. കയ്യടികളോടെയാണ് ഈ കുഞ്ഞു സഖാവിനെ JNU വിദ്യാർത്ഥികൾ എതിരേറ്റത്. സാറയുടെ ഓരോ വാക്കുകളും മുദ്രാവാക്യവിളികളും വലിയ ആവേശമാണ് JNU വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസംഗം വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. भाई के बाहर आने पे हमारी संघर्ष खत्म नहीं होता. इस देश के हर इंसान को इंसाफ नहीं मिलता. അനിയത്തിയിൽ നിന്നും സഹപാഠികളിൽ നിന്നും 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയ സാറ ഫാത്തിമയുടെ സഹോദരൻ ഉമർ ഖാലിദിന് അഭിമാനിക്കാം. പേടിപ്പിച്ചാൽ പിന്തിരിഞ്ഞോടുന്ന പ്രകൃതമല്ല ഇന്ത്യൻ യുവതയ്ക്കെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന പുതുതലമുറയുടെ പ്രതിനിധിയായ പെൺകുട്ടിയുടെ കൂടപ്പിറപ്പായതിൽ. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. തിരുവനന്തപുരം കാട്ടായിക്കോണത്തുണ്ടായ ആക്രമണത്തിൽ പോലീസ് മൗനം തുടരുന്നു. ആക്രമണം നടത്തിയ BJP പ്രവർത്തകരെ ഇതുവരെയും പോലീസ് പിടികൂടിയിട്ടില്ല. ഇതോടെ ആക്രമണത്തിന് പിന്നിൽ BJP സർക്കാർ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. തിരുവനന്തപുരം മാസ്റ്റർ പ്ലാൻ വിരുദ്ധ സമരത്തിന്റെ മറവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടായിക്കോണത്ത് BJP RSS പ്രവർത്തകർ വ്യാപക ആക്രമണം നടത്തിയത്. CPIM പ്രവർത്തകർ ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം നടത്തി പ്രദേശത്ത് അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു അക്രമ പ്രവർത്തനങ്ങൾ. ആക്രമണം നടത്തിയ BJP RSS പ്രവർത്തകരെ തടയാൻ ഒരു തരത്തിലും പോലീസ് ഇടപെട്ടിരുന്നില്ല. പിന്നെ ഇത്രയും അവിടെ കൊണ്ട് കിട്ടാൻ പോലീസുകാർ നോക്കിക്കൊണ്ടിരുന്നിട്ട് പോലും ഇത്രയും ഉപകരണം കൊണ്ടിട്ട് ഇവിടെ കരുതലില്ലായിരുന്നു. ഇത്രയും ഭാര്യമായിട്ട് അവരൊന്നും വേണ്ടിയില്ല. സംഭവത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും അക്രമികളായ BJP പ്രവർത്തകരാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. മറിച്ച് നിരപരാധികളായ CPIM പ്രവർത്തകരെയാണ് പോലീസ് പിടികൂടിയതെന്നും ഇതിനു പിന്നിൽ BJP സർക്കാർ ഗൂഢാലോചനയുണ്ടെന്നും CPIM ആരോപിക്കുന്നു. BJP കൊണ്ടുവന്നിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് പുറത്തുള്ള ആളുകളാണ്. ഇവിടുത്തെ ജനങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി വന്നെത്തിച്ചേർന്നിട്ടുള്ള ഈ പുറത്തുള്ള ഈ ഗുണ്ടാ സെറ്റിനെ പറഞ്ഞു വിടുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ പോലീസ് ഇതിന് തയ്യാറായില്ല. നിരന്തരം ഞങ്ങളെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുക, ഞങ്ങളുടെ വീടുകളിൽ മാത്രം ഇതിനെ പോലീസ് കയറി പരിശോധന നടക്കുക, ഞങ്ങളുടെ ആളുകളെ മാത്രം കസ്റ്റഡിയിലെടുക്കുക, നിരപരാധികളെ ആയിട്ടുള്ള ആളുകളെ അടക്കം പിടിച്ച് ഈ കേസിൽ പ്രതികളാക്കുന്നതിനുള്ള പരിശ്രമമാണ് ഈ പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയും സർക്കാരും കൂടാതെ ഇതിനകത്ത് ഇവിടുത്തെ MLA അടക്കമുള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാട്ടായിക്കോണത്തെ ആക്രമണത്തിന് പിന്നിൽ BJP സർക്കാർ ഗൂഢാലോചനയുണ്ടെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുയർന്നിരുന്നു. സംഭവത്തിൽ പോലീസ് ഇപ്പോഴും നിഷ്ക്രിയത്വം തുടരുന്നത് ഈ ആക്ഷേപത്തിന് ശക്തി പകരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ അഞ്ചരക്കണ്ടി പടുവിലായി സ്വദേശിയെ RSS സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് പുലർച്ചെ 2:30 വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കസ്റ്റഡിയെടുത്തതായി പരാതി ഉയരുന്നു. യുവാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യയും ബന്ധുക്കളും നാട്ടുകാരും സിറ്റി പോലീസ് സ്റ്റേഷനിലെത്തി. നേരത്തെ CPIM പ്രവർത്തകന്റെ വീട് ആക്രമിക്കാൻ RSS പ്രവർത്തകരെത്തിയപ്പോൾ പ്രിനീഷ് തടഞ്ഞതിന്റെ പക തീർക്കുകയാണ് RSS പ്രവർത്തകരെന്നും നാട്ടുകാർ പറയുന്നു. വയനാട്ടിൽ വീണ്ടും ആദിവാസി യുവതി ആംബുലൻസിൽ പ്രസവിച്ചു. മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പുൽപ്പള്ളി ദാസനക്കര ലക്ഷ്മി കോളനിയിലെ ദേവിയാണ് പ്രസവിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് DYFI പ്രവർത്തകർ DMO ഓഫീസ് ഉപരോധിച്ചു.